വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമയാണ്. അതിൻ്റെ 50% എൻ്റെ ബാധ്യതയാണ്. ഞാൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സിനിമയാണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ സിനിമയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ്. അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച് ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് ഒരു പ്രൊപ്പഗൻഡയുമല്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും ഇതിലെ കഥാപാത്രങ്ങളിലുണ്ടാവും. പക്ഷെ 100% ഇത് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതാണ് മോഹൻലാൽ സർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ സിനിമയിൽ 3 അവസരങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാം ഇമേജസുകളായി മാറുകയാണ്. നമ്മൾ വ്യക്തിത്വം നഷ്ടപ്പെടുന്നവരാണ്. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ പറയുമ്പോഴാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നമുക്ക് ജെനുവിനായിട്ട് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിലൂടെ ഇമേജ് ക്രിയേഷൻ നടത്തി നമ്മളുടെ അബോധത്തെ കോളനൈസ് ചെയ്യുന്ന അതിഭീകരമായ ഒരു സൈബർ രാഷ്ട്രീയം ഇവിടെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റിലൂടെ പറയാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതിനകത്ത് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിൽ, പങ്കാളികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇതിലെ ഓരോ കഥാപാത്രത്തിനും ഒരു ബാക്ക് സ്റ്റോറിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ലേയർഡായിട്ടുള്ള സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ സാമ്പത്തിക ബാധ്യതയോ എൻ്റെ പരാധീനതയോ എൻ്റെ അധ്വാനമോ ഇവിടെ ഇത്രയും പേർ വന്നു നിന്നവരുടെ അധ്വാനമോ ഒന്നും കാണികൾക്ക് വിഷയമല്ല. കാണികൾക്ക് അതൊന്നും ഒരു ബാധ്യതയുമല്ല. പലരും പറയാറുണ്ട്, ഇത്രയും ആളുകളുടെ അധ്വാനമല്ലേ, നിങ്ങളിങ്ങനെ ഇതിനെ വിമർശിക്കരുത് എന്നുള്ളത്. കാണിയെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂർ എന്നെ ഒരു സിനിമ രസിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുമ്പിൽ. അതുകൊണ്ട് എൻ്റെ ഈ സിനിമയെ ഉപാധികളില്ലാതെ ഞാൻ കാണികളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്.